നമസ്കാരം. മലയാളികൾ LCU മറന്നു എന്ന് കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നതാണ്. അന്ന് അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് പേർ രംഗത്തെത്തി. പക്ഷേ ഇന്ന് നിങ്ങളത് അനുകൂലിച്ചേ മതിയാകൂ. കാരണം മറ്റൊന്നാണ്. രജനീകാന്തും കമൽഹാസനും കൂടി ചേർന്ന് ഒരു സിനിമ വരാൻ പോകുന്നു. സംവിധാനം ചെയ്യുന്നത് ലോകേഷ് കനകരാജാണ് എന്നുള്ള അഭ്യൂഹങ്ങൾ ആദ്യം മുതൽ തന്നെ പരന്നിരുന്നു. നമ്മളും ആ വാർത്ത കൊടുത്തിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ ഒരു ട്വിസ്റ്റിലേക്ക് മാറുകയാണ്. കമൽഹാസൻ തന്നെ ആദ്യം ഒരു അവാർഡ് ഷോയിൽ വന്ന് പറഞ്ഞത് താനും രജനിയും ചേർന്ന് ഒരു സിനിമ ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്ത സ്ഥിരീകരിക്കുന്നത് തന്നെയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം, അതായത് 46 വർഷങ്ങൾക്ക് ശേഷം കമൽഹാസനും രജനീകാന്തും എന്ന രണ്ട് ഐക്കോണിക് പില്ലറുകൾ, തമിഴ്നാട്ടിലെ രണ്ട് പ്രധാനപ്പെട്ട താരങ്ങൾ ഒരുമിച്ചൊരു സിനിമ ചെയ്യുമ്പോഴേക്കും സ്വാഭാവികമായും അവിടെ ഉണ്ടാകുന്നൊരു ഓളം ചെറുതൊന്നുമല്ല. അത് സ്ഥിരീകരിക്കുന്ന കമൽഹാസന്റെ വാക്കുകളോടുകൂടി ഒരു കാര്യം ഉറപ്പായി, തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ ഇനി പണം വരാൻ പോകുന്നത് ഈ സിനിമയായിരിക്കും എന്നുള്ള വാർത്തകൾ അപ്പോൾ തന്നെ ഇടം പിടിച്ചിരുന്നതാണ്. അപ്പോഴും സംവിധായകൻ ലോകേഷ് കനകരാജ് ആണ് എന്നുള്ള കാര്യം കമൽഹാസൻ പറഞ്ഞില്ലെങ്കിൽ പോലും ഈ വാർത്ത സ്ഥിരീകരിച്ചതോടുകൂടി തന്നെ ലോകേഷ് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിലും സ്വാഭാവികമായും മറ്റു മാധ്യമങ്ങളും പ്രേക്ഷകരും എല്ലാം തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്ന കാര്യം തന്നെയാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം രജനീകാന്ത് വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യം സംവിധായകനെ തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. അയ്യോ, അപ്പോൾ അങ്ങനെയെങ്കിൽ ലോകേഷ് കനകരാജ് എവിടെ? ഈ ചോദ്യം വളരെയധികം രീതിയിൽ ഉയരുകയാണ്. കാരണം കൂലി എന്ന സിനിമയുടെ പരാജയം, ദയനീയ പരാജയം, തിയേറ്ററുകളിൽ തകർന്നടിഞ്ഞ കൂലി, പ്രേക്ഷകർക്കിടയിൽ ഒരേ സ്വരത്തിൽ ഈ സിനിമ വളരെ മോശമാണെന്ന് പറയപ്പെട്ട കൂലി, ലോകേഷ് കനകരാജ് നാളിതുവരെ സമ്പാദിച്ചുള്ള എല്ലാ രീതിയിലുമുള്ള ഒരു മികച്ച സംവിധായകൻ്റെ പേര്, പട്ടം എല്ലാം കളങ്കപ്പെടുത്തുന്ന തരത്തിൽ കൂലിയുടെ പരാജയം ലോകേഷിനെ കൊണ്ടെത്തിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്ത രീതിയിലാക്കി മാറ്റുകയായിരുന്നു കഴിഞ്ഞ ദിവസം രജനീകാന്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞ കാര്യം. അതായത് മാനഗരം, കൈദി, ലിയോ, മാസ്റ്റർ, വിക്രം തുടങ്ങിയ ഐക്കോണിക് സിനിമകൾ ചെയ്ത ലോകേഷ് കനകരാജിന് ഒരു സിനിമ പരാജയപ്പെട്ടപ്പോഴേക്കും ഇത്രയും വലിയ കല്ലേറ്, ഇത്രയും വലിയ തിരിച്ചടികൾ സംഭവിക്കുന്നു. താൻ്റെ യൂണിവേഴ്സ് LCU, ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിനൊക്കെ ഇപ്പോൾ പ്രേക്ഷകർ പുല്ലുവില കൊടുക്കുന്ന കാഴ്ചയാണ്. ഇറക്കുകയോ ഇറക്കാതിരിക്കുകയോ ചെയ്യുന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. കാരണം ട്രസ്റ്റ്, വിശ്വാസം, ലോകേഷ് കനകരാജിന് മേൽ പ്രേക്ഷകർ കൊടുത്ത വിശ്വാസം സംവിധായകൻ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് അതിന് കാരണം. അതുകൊണ്ടാണ് രജനി വന്ന് മാധ്യമങ്ങളോട് പറയുന്നത് സംവിധായകനെ തീരുമാനിച്ചില്ല. അപ്പോൾ ലോകേഷ് കനകരാജോ, ഒന്നുകിൽ ലോകേഷിന് ആദ്യം തന്നെ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയിരുന്നു. കൂലിയുടെ പരാജയം കാരണം ലോകേഷിനെ എടുത്ത് മാറ്റി. അതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ സംവിധായകനെ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പലരും പല സംവിധായകരുടെ പേരാണ് പറയുന്നത്. കാർത്തിക് സുബ്ബരാജ് വരണമെന്ന് ഒരു വിഭാഗം ആളുകൾ പറയുന്നു, വെട്രിമാരൻ വരണമെന്ന് മറ്റൊരു വിഭാഗം ആളുകൾ വരുന്നു, പാരഞ്ജിത്ത് ഡയറക്റ്റ് ചെയ്യണമെന്ന് മറ്റൊരു വിഭാഗം ആളുകൾ പറയുന്നു. അങ്ങനെ ലോകേഷ് സീനിൽ നിന്ന് പുറത്തായതോടുകൂടി സംവിധായകരുടെ പേര് സോഷ്യൽ മീഡിയയിൽ കുമിഞ്ഞുകൂടുന്ന സാഹചര്യം വന്നു. അങ്ങനെ വരുമ്പോഴാണ് ലോകേഷ് എന്ന സംവിധായകൻ ഇപ്പോൾ നേരിടുന്ന ഹേട്രഡ്, ലോകേഷ് എന്ന സംവിധായകൻ ഇപ്പോൾ നേരിടുന്ന ചെളിവാരി ഏറിയൽ എല്ലാം ചർച്ചയാകേണ്ടി വരുന്നത്. അതായത് തമിഴ് സിനിമാ മാർക്കറ്റിൽ ലോകേഷ് കനകരാജ് ഇടിഞ്ഞോ? ഇതാണ് ചോദ്യം. പ്രമുഖ താരങ്ങൾ വിക്രം ചെയ്ത് RKFI എന്ന രാജ്കമൽ ഫിലിംസ് ഇന്റർനാഷണലിൻ്റെ അവരുടെ പ്രൊഡക്ഷൻ കമ്പനി, കമൽഹാസന്റെ പ്രൊഡക്ഷൻ കമ്പനിയെ പുതുജീവൻ വെപ്പിച്ച സംവിധായകനാണ് ലോകേഷ് കനകരാജ്. രജനീകാന്ത് ചിത്രമായ കൂലി തകർന്നടിഞ്ഞു എന്ന കാര്യത്തിൽ തർക്കമില്ല. സൺ പിക്ചേഴ്സും ലോകേഷും തമ്മിൽ ഇപ്പോൾ വലിയൊരു ഡ്രിഫ്റ്റ് നടക്കുന്നുണ്ടായിട്ട് മനസ്സിലാകുന്നുണ്ട്. അതുണ്ടെങ്കിൽ പോലും ഒരു സിനിമയുടെ പരാജയം എങ്ങനെയാണ് ഷൈനിങ് ആയി നിൽക്കുന്ന ഒരു സംവിധായകനെ പാതാളത്തിലേക്ക് തള്ളി താഴെയിടാൻ പറ്റുക എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് കൂലി. അതായത് കൂലി റിലീസിന് മുന്നേ തമിഴ്നാട്ടിലെ ഏറ്റവും പോപ്പുലർ ഡയറക്ടർ, തമിഴ്നാട്ടിലെ നമ്പർ 1 ഡയറക്ടർ, കൂലിക്ക് വേണ്ടി മാത്രം ആ സംവിധായകൻ വാങ്ങിച്ചത് 50 കോടി രൂപയാണ് പ്രതിഫലം. ഇതുവരെ കേട്ടുകേൾവിയില്ല 50 കോടി രൂപ ഒരു തമിഴ് സംവിധായകൻ വാങ്ങുന്നതായിട്ട്. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ആരും കേട്ടിട്ടില്ല. ലോകേഷിൻ്റെ ആ ശമ്പളം ഞെട്ടിപ്പിച്ചു. കൂലിയുടെ ആ പരാജയം ലോകേഷിനെ പാതാളത്തിലാക്കി. ഇതാണ് ഒരു സിനിമ ചെയ്തെടുക്കാൻ, നിങ്ങളുടെ കരിയർ തന്നെ മാറ്റിയെടുക്കാൻ കഴിയുന്ന, എത്ര താഴ്ചയിലേക്ക് നിങ്ങളുടെ കരിയറിനെ കൊണ്ടുപോകാൻ പറ്റുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ലോകേഷിൻ്റെ സിനിമാ ജീവിതം ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലോകേഷിന് ഇപ്പോൾ ഏറ്റവും വലിയ തിരിച്ചടി നേരിടേണ്ടി വരുന്നത്. നാളെ ഇനിയിപ്പോൾ ലോകേഷാണ് ഈ സിനിമയുടെ സംവിധായകൻ എന്ന് പറഞ്ഞാൽ പോലും ലോകേഷിനെ മാറ്റി നിർത്താനെങ്കിലും ഒരു തോന്നൽ ഈ പ്രധാനപ്പെട്ട താരങ്ങൾക്കുണ്ടായില്ലേ? അവിടെയാണ് പോയിന്റ്. ലോകേഷിൻ്റെ സിനിമാ കരിയറിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ബ്ലാക്ക് പോയിന്റ്. അത് തിരിച്ചു വരണമെങ്കിൽ ലോകേഷിന് ഒരു ചെറിയ തിരിച്ചു വരവ് പോരാ. ലോകേഷ് ആ ഒരു മാഗ്നം ഓപ്പസ് ക്രിയേറ്റ് ചെയ്താൽ ലോകേഷിന് തിരിച്ചു വരാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു ആവറേജ് പടം, ഒരു എബവ് ആവറേജ് പടം വെച്ച് ലോകേഷിന് പറ്റില്ല. ബ്ലോക്ക് ബസ്റ്റർ,
ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ അടിച്ചാൽ മാത്രമേ ലോകേഷിന് ഇനി സിനിമ ഇൻഡസ്ട്രിയിലേക്ക് തിരിച്ചു വരാൻ പറ്റൂ. കാരണം ലോകേഷ് തന്നെ സെറ്റ് ചെയ്ത് വെച്ച സ്റ്റാൻഡേർഡ് അത്രയും വലുതായിരുന്നു. ലോകേഷിന് പോലും ബീറ്റ് ചെയ്യാൻ ലോകേഷ് പാടുപെടുന്ന ആ സ്റ്റാൻഡേർഡ് തീർക്കാൻ ലോകേഷിന് സാധിക്കുമോ എന്നുള്ളതും തമിഴ് സിനിമാ പ്രേക്ഷകർ ഉറ്റുനോക്കുന്ന കാര്യമാണ്.